പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നല്ല ദൈവത്തിന് നന്ദി പറയും. ഉത്രാട ദിവസമാണ് നാളെ തിരുവോണം. മഹാബലിയെ പറ്റി ഓർക്കുന്നു. എന്നാൽ ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ ബലിയായി കാൽവരിയിൽ ബലിയർപ്പിച്ച മഹാബലിയായ ഒരു ദൈവം ഉണ്ട്. മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗം വിട്ടിറങ്ങി വന്ന ഒരു നല്ല ദൈവം. അവൻ്റെ ക്രൂശിലെ മരണവും കല്ലറയുടെ സംസ്കാരവും മൂന്നാം ദിവസത്തെ ഉത്ഥാനവും പരിശുദ്ധാത്മാവിൻ്റെ ആഗമനവും ഒക്കെ മഹാബലിയുടെ ഓർമ്മ നമുക്ക് നൽകുന്നു. രാവിലെ കുർബാനയ്ക്ക് ശേഷം വന്നിരിക്കുകയാണ്. ഒത്തിരി സന്തോഷത്തോടെയാണ് ഓരോ ദിവസങ്ങളും കടന്നു പോകുന്നത്. സന്തോഷത്തിനൊരു കാരണമുണ്ട്. സഭയിലുള്ള ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കാൻ പോകണം. വലിയ സന്തോഷത്തിലാണ്. ആര് പിടിച്ചു കിട്ടുമെന്ന വിചാരത്തോടെ ആയിരുന്നു പലരും വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഒരു കാര്യത്തിൽ പണ്ട് മുതലേ നല്ല ഉറപ്പുണ്ടായിരുന്നു. ആ ഉറപ്പിതാണ്, ഇസ്രായേൽ ജനത്തെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന ഗോലിയാത്തിനെ നേരിടാൻ ദാവീദ് വന്നതുപോലെ ഈ സഭയ്ക്ക് പിന്നിൽ ഒരു ദൈവശക്തി സ്വീകരിച്ച ഒരു മനുഷ്യൻ വരുമെന്ന്. ഒന്നല്ല, ഒത്തിരി പേര് വന്നിട്ടുണ്ട്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പാമ്പാറ അച്ഛനിലൂടെ കാര്യങ്ങളെല്ലാം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനെതിരെ കോടാലിയുമായിട്ട് ഇറങ്ങിയ കോടാലിക്കാരൻ ഉൾപ്പെടെ തിരിഞ്ഞു ഓടേണ്ടി വന്നു. ഏതായാലും ആ കാര്യങ്ങളെല്ലാം മംഗളമായിട്ട് ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു. മാർപ്പാപ്പ ഇടപെടും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം, ഞങ്ങളുടെ ആഗ്രഹം. അത് സംഭവിച്ചിരിക്കും. ഈ കോലാഹലത്തിൻ്റെ ആത്മാവിനെ തല്ലി ഓടിക്കും. ഉറപ്പാണ്, 100% ഉറപ്പാണ്. ഞങ്ങളെ മുന്നോട്ട് നയിക്കാൻ ദൈവത്തെപ്പറ്റി, ദൈവവചനത്തെപ്പറ്റി, സഭയുടെ പ്രബോധനങ്ങളെപ്പറ്റി, സഭയുടെ നിയമങ്ങളെപ്പറ്റി പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് ദൈവം തന്ന ഏറ്റവും വലിയ വരദാനമാണ് ഞങ്ങളുടെ മാണിപ്പറമ്പിലച്ഛൻ. ഉറപ്പാണ്. കാരണം ഇത്രയും കാര്യമായ തരത്തിൽ അറിവുള്ള, ജ്ഞാനമുള്ള, ദൈവിക ദൃഷ്ടിയുള്ള, ദൈവിക അറിവുള്ള ഈ ഒരു പുരോഹിതൻ കത്തോലിക്ക സഭയിൽ വേറെ കാണുമായിരിക്കും. എൻ്റെ അറിവിലില്ല. എല്ലാ തരത്തിലും ജനത്തെ പ്രബോധിപ്പിക്കുന്നു. ഒറ്റയ്ക്കേ ഉള്ളെന്ന് എല്ലാവരും പറയുന്നത്. ഈ പറയുന്നവർ അവരുടെ മനസ്സിലും സിനഡ് കുർബാന നടക്കണമെന്നാണ്. പക്ഷെ അവരതിനു വേണ്ടി വരത്തില്ല. എന്ത് ശവം കിട്ടിയാലും തിന്നുന്നത് പോലെ ഉള്ള കുറേ മനുഷ്യരുണ്ട്. സിനഡ് കുർബാന വേണം, പക്ഷേ ഇപ്പോൾ ഉള്ള കുർബാന ഞങ്ങൾ അങ്ങ് സ്വീകരിക്കുക. ബഹുമാനപ്പെട്ട ഒത്തിരി സ്നേഹത്തോടെ ഉണ്ടായിരുന്ന പിതാവാണ് തട്ടിൽ പിതാവ്. തട്ടിൽ പിതാവിനോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ചെയ്ത പാപത്തിന് ഞങ്ങളിനിയും പരിഹാരം ചെയ്യാം പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പിൽ. അതിന് ഒരു ക്ലാരിറ്റി എനിക്ക് ആവശ്യമാണ്. കാരണം പിതാവ് ചെല്ലുന്ന കുർബാനയിലെ ദിവ്യകാരുണ്യം വെച്ച് വേണോ ആരാധന, അതോ ഇംപ്ലിസിറ്റായിട്ടുള്ള കുർബാന ചെല്ലുന്നതിൽ വെച്ച് ഏത് വെച്ച് വേണം ഞങ്ങൾ ഓരോ ഇടവകയിലും ആരാധിക്കാൻ? പിതാവെ, കൽപ്പനയിട്ട് നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് ഈ ബസലിക്കായിൽ ഒരു കുർബാന ചൊല്ലിയിട്ട് പരിശുദ്ധ കുർബാന അവിടെ കൂദാശ ചെയ്യുന്ന ആ ദിവ്യകാരുണ്യം എടുത്തു വെക്കുക, എന്നിട്ട് ആരാധിക്കാൻ പറ. ഞങ്ങൾ വരാം, ജീവൻ തന്ന് ആരാധിക്കാം. നിങ്ങളൊക്കെ വിചാരിച്ച ഇപ്പോൾ പറയുമ്പോഴാണ് ഞങ്ങൾ ആരാധിക്കുന്നതെന്നാ. കണ്ണീര് വാരി എറിഞ്ഞാണ് ദൈവജനം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മറ്റുള്ള ലത്തീൻ ദേവാലയങ്ങളിലൊക്കെയാണ് കൂടുതലും പോകുന്നത്. കണ്ണീര് വാരി എറിഞ്ഞാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലൊന്നുമല്ല, അതിനൊക്കെ ഒത്തിരി അപ്പുറമാണ് ദൈവജനത്തിൻ്റെ കണ്ണുനീരും പ്രാർത്ഥനയും. ഒരു പിശാചിനും തല്ലിക്കെടുത്താൻ കഴിയാതെ സ്വർഗത്തിൻ്റെ അഗ്നി ഇറങ്ങി ഇവനെ ദഹിപ്പിച്ച് കളയും. ഈ തൃപ്പൂണിത്തറയിൽ ഇത്രയും വലിയ ഒരു ദുഷ്ടജന്മം ഉണ്ടായി. അവൻ പുരോഹിതരെ പോലും നയിക്കുന്ന, ബിഷപ്പന്മാരെ പോലും നയിക്കുന്ന തരത്തിൽ അവൻ വളർന്നു വലുതായത് നിങ്ങൾ അറിഞ്ഞില്ലല്ലേ? ഇത്തവണത്തെ സിനഡിനെ പറ്റി ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്നെ വേറെ ഏത് തരത്തിൽ വേണമെങ്കിലും തെറ്റിദ്ധരിച്ചോ? കള്ളുകൂടിയന്മാർ കൂടുന്ന കണക്കല്ലേ ഇപ്പോൾ സംഭവിച്ചത്? ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. 2 ആഴ്ച കൂടിയിരുന്ന് വളരെ സന്തോഷമായിട്ട് ലോകകാര്യങ്ങളെല്ലാം നിങ്ങൾ ചർച്ച ചെയ്തു. നിങ്ങളുടെ ചർച്ചയിൽ എന്താ ഉരുത്തിരിഞ്ഞു വന്നത്? ഞങ്ങൾ പരിഹാരം ചെയ്തോളാം, പരിഹാരം ചെയ്യാം. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി ഈ സഭയുടെ പരാജയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ എന്താ കണ്ടെടുത്തത്? സകല പിതാക്കന്മാർ കള്ളന്മാരാണെന്ന് ഞാൻ പറയും.
എന്താ കാരണം? സത്യത്തിന് വേണ്ടി സംസാരിക്കാൻ ആളില്ലാതെ വഞ്ചനയോട് ചേർന്ന് നിൽക്കുന്ന നിങ്ങളെ പിന്നെ ഏത് വാക്ക് പറഞ്ഞാണ് ഞങ്ങൾ സംസാരിക്കേണ്ടത്? ഒരൊറ്റ മനുഷ്യൻ പോലും പുറത്ത്, നിങ്ങൾ അകത്തിരുന്നുകൊണ്ട് പറയാനല്ലല്ലോ, ജനമെല്ലാം പുറത്തല്ലേ ജീവിക്കുന്നത്. ചങ്കുപൊട്ടി കരയുന്ന ജനത്തെ കണ്ടിട്ട് കണ്ണടച്ച് ജീവിക്കുന്ന നിങ്ങൾ, കണ്ണടച്ചിരുട്ടാക്കുന്ന നിങ്ങളെ ദൈവം ഒരു നടക്ക് വിടത്തില്ല. നാക്കോട്ടിക്ക് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആക്രമിക്കപ്പെടാൻ ഒരുങ്ങുമ്പോൾ ദൈവജനമെല്ലാം കൂടി വലിയ തൻ്റെടിയായി നിന്ന പുരോഹിത ശ്രേഷ്ഠൻ്റെ വായ അടഞ്ഞിരിക്കുക. എന്നിട്ട് തല്ലിപ്പൊളി ആയിട്ടുള്ള ബിഷപ്പിനെ വിളിച്ച് അദ്ദേഹം ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതനാണെന്നും ശ്രേഷ്ഠനാണെന്നും വിശുദ്ധനാണെന്നും പറഞ്ഞു. ഇതാ വിശുദ്ധൻ ഇപ്പോൾ തലയും കുത്തി താഴെ വീഴും. ചങ്ങനാശ്ശേരിയിൽ ഒരു പിതാവുണ്ട്, കൊച്ചു പിതാവ് വലിയ പിതാവായി വന്നു. പിതാവെ, ഒരു കാര്യം മനസ്സിലാക്കിക്കോ, അങ്ങയുടെ ഈ പിതാവായി അഭിഷേകം ചെയ്യുന്നതിന് ലോകരെ മുഴുവനും ലോകത്തില്ലാത്ത തരത്തിലുള്ള സൗണ്ട് വെച്ചുകൊണ്ടാണ് അവിടുത്തെ ആ പ്രോഗ്രാം ചെയ്തത്. ആ സൗണ്ടിലൂടെ അത്രയും വലിയ ശബ്ദത്തിലാണ് അങ്ങ് വിളിച്ചു പറഞ്ഞത്, കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങൾക്കനുസരിച്ച് സഭയെ നയിക്കുമെന്ന്. ലോകത്തെ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും രാഷ്ട്രീയക്കാരും നാനാജാതി മതസ്ഥരും കേട്ട വാക്കിനെ ഒരു വാക്ക് പോലും അങ്ങയുടെ വായിൽ നിന്ന് വീഴാത്തതിൽ വല്ലാത്ത പ്രതിഷേധമുണ്ട് എനിക്ക്. അങ്ങേ ഒത്തിരി സ്നേഹിക്കുന്ന ആളാണ്, പക്ഷെ അതുകൊണ്ട് ഈ തിന്മയ്ക്കെതിരെ കൂട്ടു നിൽക്കാനൊക്കെ ഇല്ല. ഇതിനെതിരെ എനിക്ക് കുറച്ച് ചീത്തയും തെറിയും വരും, വന്നോട്ടെ, അത് പ്രശ്നമല്ലല്ലോ. ഏതായാലും ഞാൻ നീട്ടുന്നില്ല, നിർത്തുകയാണ്. പരാജയം ഞങ്ങളുടെ വകയല്ല, അത് ക്രിസ്തുവിൻ്റെ വകയല്ല. കല്ലറയിൽ നിന്ന് ഉദ്ധാനം ചെയ്ത കർത്താവിൻ്റെ വലിയ മഹത്വം ഞങ്ങൾ കാണും. ഒന്നിച്ച് കാണാൻ, വിശുദ്ധരായി ജീവിക്കുവാൻ വേണ്ടി, മാനസാന്തരത്തിൻ്റെ ബലം പുറപ്പെടുവിക്കുവാൻ, തക്ക തരത്തിൽ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെയും ഞങ്ങളെയും സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.